നമ്മൾ എല്ലാവരും ഒരിക്കൽ എങ്കിലും അശോക രാജാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവായി അറിയപ്പെട്ടിരുന്നവൻ ആണ് ഇദ്ദേഹം. എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചു മുന്നേറിയിരുന്ന അശോക രാജാവ് ഒരിക്കൽ തന്റെ അടുത്ത ലക്ഷ്യമായ കലിംഗ രാജ്യം കീഴടക്കാൻ സൈന്യത്തെ അയച്ചു. വളരെ ഘോരമായ ആ യുദ്ധം തീർന്നപ്പോൾ ഭൂമി മുഴുവൻ ചോരയിൽ മുങ്ങിപ്പോയിരുന്നു. 1,00,000-ലധികം ആളുകൾ മരിച്ചു. മറ്റുള്ളവർക്ക് പരിക്ക് ഏൽക്കുകയും വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ വിജയശേഷം യുദ്ധഭൂമിയിൽ കൂടെ അഭിമാനത്തോടെ നടന്ന അശോകൻ ചക്രവർത്തി മരിച്ചവരുടെ ശരീരങ്ങൾക്കിടയിൽ ഇരുന്നു കരയുന്ന കുട്ടികളെയും ബന്ധുമിത്രാദികളെയും കാണുവാൻ ഇടയായി. ഈ കാഴ്ചകൾ എല്ലാം കണ്ട് അശോക ചക്രവർത്തിയുടെ ഹൃദയം തകർന്നു. അദ്ദേഹം സ്വയം ചോദിച്ചു, ഇതാണോ വിജയമെന്ന പേരിൽ ഞാൻ നേടിയത്? ആ ദിവസം മുതൽ അശോകൻ തന്റെ വാൾ ഉപേക്ഷിച്ചു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു, സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. അന്നുമുതൽ അശോകൻ ധർമാശോകൻ ആയി മാറി. ലോകം കണ്ട ഏറ്റവും വലിയ മാറ്റത്തിന്റെ പ്രതീകമായി. ഒരു മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ പൂർണ്ണമായി മാറാമോ? അശോകന്റെ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്?